ഈ ടൈം ലൂപ്പ് പരിപാടിയുടെ പല പല ഇൻ്റർപ്രിട്ടേഷനുകൾ നമ്മൾ പല സിനിമകളിലും സീരീസുകളിലും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറെക്കുറെ എല്ലാവരും കണ്ടിട്ടുള്ള, എല്ലാവരിലും ഗംഭീരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വന്ന ഡാർക്കാണ്. എഡ്ജ് ഓഫ് ടുമോറോ, മാനാട് എന്നിങ്ങനെ പല പല സിനിമകളിലും നമ്മൾ ടൈം ലൂപ്പ് എന്ന ആശയത്തിൻ്റെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. ജിത്തു സതീശൻ മംഗലത്ത് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സംഭവം അധ്യായം 1 എന്ന സിനിമയുടെ കോൺസെപ്റ്റ് ഗംഭീരമാണ്. ഒരു നിഗൂഢമായ വനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുള്ളി കഥ പറയുന്നത്. ഈ കോൺസെപ്റ്റിനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് കഥ മുന്നോട്ട് പോകുന്നത് നമ്മളിൽ ഒരു കൗതുകം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും പ്രേക്ഷകനെ സംവിധായകന് ഒരു വിശ്വാസക്കുറവുള്ളതുപോലെ തോന്നി. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇമോഷനുകൾ കൺവേ ചെയ്യാനും വേണ്ടി കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് എവിടെയൊക്കെയോ സിനിമയുടെ പൊട്ടൻഷ്യലിനെ കുറയ്ക്കുന്നുണ്ട്. CPO ആയിട്ടുള്ള ആനന്ദാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് പുതിയൊരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വരികയാണ് ആനന്ദ്. ആ വരവിൽ ഒരു റോഡ് അപകടത്തിൽപ്പെട്ട തമിഴ്നാട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ ആനന്ദ് രക്ഷിക്കുന്നുണ്ട്. ആനന്ദും മറ്റു പോലീസുകാരും ആ വനത്തിൽപ്പെട്ട മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി രക്ഷിക്കാൻ തീരുമാനിക്കുന്നതും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സംഭവം അധ്യായം 1 നമ്മൾ കാണുന്നത്. ഇതിന്റെ ട്രെയിലറിൽ കാണിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് റിവ്യൂ പറയുമ്പോൾ പറയേണ്ടി വരും. സ്പോയിലർ ഒട്ടും പറ്റാത്തവർക്കുള്ളൊരു വാണിംഗ് ആയിട്ട് ഇത് കരുതുക. അപ്പോൾ ഈ സിനിമ സത്യത്തിൽ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ഒരു വർഷം മുന്നേ വന്നതാണ്. ആ ഷോർട്ട് ഫിലിം ഈ സിനിമയുടെ കോൺസെപ്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയാം. ഷോർട്ട് ഫിലിമിൽ ക്ലൈമാക്സ് ആയിട്ട് കാണുന്നത് ഈ സിനിമയുടെ ഇന്റർവെൽ പോയിന്റ് ആണ്. സാധാരണഗതിയിൽ ഷോർട്ട് ഫിലിമുകൾ സിനിമകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പല സ്ഥലത്തും വലിച്ചു നീട്ടലുകൾ ഉണ്ടാകും. സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിച്ചു നീട്ടൽ പ്രധാനമായിട്ടും നടക്കുന്നത് 1-ാം പകുതിയിൽ മാത്രമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു തീമിന്റെ പല പല സാധ്യതകൾ തിരക്കഥ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വെസ്റ്റേൺ സിനിമകളും സീരീസുകളും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് എന്ന് കാണുമ്പോൾ മനസ്സിലാകുമെങ്കിലും ഈ കാട്ടിലുള്ള ഊരാക്കുടുക്കിന്റെ ഒരു മെക്കാനിസം നായകൻ മനസ്സിലാക്കുന്നതും അതിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഇടുന്നതും ഒക്കെ മൊത്തത്തിൽ ഒരു ഫൺ പരിപാടിയാകുന്നുണ്ട്. ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന വിഷ്വൽ ഡിസൈനിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. വലിയ ബജറ്റിന്റെ പിന്തുണ ഇത്തവണ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി വലിയ സ്കെയിലിലാണ് കാര്യങ്ങൾ മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു സ്കോപ്പ് വലുതാക്കാൻ വേണ്ടി ടൈം ലൈൻ സാമാന്യം നല്ലതുപോലെ അവർ പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രേക്ഷകനെ ചെറുതായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും എക്സ്ട്രീം ഡ്രാമയിലേക്ക് പോകുന്ന സ്ഥലത്താണ് സിനിമ ചെറുതായിട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. പല പ്രധാനപ്പെട്ട സിറ്റുവേഷനുകളിലും കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് പെരുമാറണമെന്ന് നമുക്ക് തോന്നും. ഞാനിത് എടുത്തു പറയാൻ കാരണം ഈ സിനിമ കണ്ടതിന് ശേഷം ഇതിന് ആധാരമായിട്ടുള്ള ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ ഇല്ലായിരുന്നു. ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ബാഹുൽ രമേശ് എങ്ങാനും വന്നിരുന്നെങ്കിൽ പുള്ളി അവരോട് സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കാൻ പറയുമായിരുന്നു എന്ന പോലെ തോന്നി. ഭയങ്കരമായിട്ട് വിഷ്വൽ എഫക്ട്സ് പരിപാടിക്ക് പുറകെ പോകാതെ സിനിമാറ്റിക് ആയിട്ടുള്ള ടെക്നിക്കുകളായിട്ടുള്ള കളർ പാലറ്റ് മാറ്റലും സൗണ്ട് ഡിസൈനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സ്ക്രീനിൽ ചില ഡ്രമാറ്റിക് ഇമ്പാക്റ്റുകൾ അവരുണ്ടാക്കുന്നത്. അസ്കർ അലി അവതരിപ്പിക്കുന്ന ആനന്ദ് എന്ന ക്യാരക്ടർ ഷോർട്ട് ഫിലിമിൽ ഇല്ലാത്ത ഒരു പുതിയ ക്യാരക്ടറാണ്. പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെ കഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ പണ്ട് കണ്ട അസ്കർ അലിയിൽ നിന്ന് കാര്യമായ ഇംപ്രൂവ്മെന്റ് ഒന്നും കാണാനില്ല. 2-ാം പകുതിയിൽ ഒരു ഘട്ടത്തിൽ ഈ മൊത്തം മെക്കാനിസം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട റിവീലിംഗ് ഇതിലെ ഒരു കഥാപാത്രത്തോട് അസ്കറിന്റെ ക്യാരക്ടർ നടത്തുന്നുണ്ട്. ഇത്രയും വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നതിന്റെ യാതൊരു ഇമോഷണൽ എലമെന്റും മുഖഭാവത്തിലോ ഡയലോഗ് ഡെലിവറിയിലോ ഉണ്ടായിരുന്നില്ല. അസീം ജമാൽ അവതരിപ്പിക്കുന്ന SI അശോകൻ എന്ന കഥാപാത്രം പല സ്ഥലത്തും കുറച്ച് ഓവറായിട്ട് ഒരു സപ്പോർട്ടിംഗ് പോലീസ് ഉദ്യോഗസ്ഥനാകാൻ നോക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. പല സാഹചര്യങ്ങളിലും സിറ്റുവേഷനുകളോടുള്ള ആ ക്യാരക്ടറിന്റെ റെസ്പോൺസും കണ്ടാൽ അല്പം ചിരി തോന്നുന്ന തരത്തിലുള്ളതായിരുന്നു. പെട്ടെന്ന് കലിപ്പനാകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ റോളാണ് വിനീത് കുമാറിന് ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു 2-ാം ഭാഗം ഉണ്ടാവുമെങ്കിൽ പുള്ളിയുടെ കഥാപാത്രം വീണ്ടും വരാൻ നല്ല സാധ്യതയുണ്ട്. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ സ്റ്റീഫൻ ജോർജ് എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച നടന്റെ പെർഫോമൻസ് സാമാന്യം നല്ലതായിരുന്നു. ഈ സിനിമയുടെ ടെയിൽ എൻഡിൽ കാണിക്കുന്ന സംഭവങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പടത്തിന്റെ അവസാനം നമ്മൾ കാണുന്ന റിയാലിറ്റിയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. എന്നിരുന്നാലും നമ്മളെ പൂർണ്ണമായിട്ടും കൺവിൻസ് ചെയ്യാത്ത ഭാഗങ്ങളും കുറച്ചൊക്കെ ബാക്കിയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു 2-ാം ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ ഈ കോൺസെപ്റ്റിനെ അവർ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാൻ എനിക്കും നല്ല താല്പര്യമുണ്ട്. ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി പ്രേക്ഷകൻ ഇൻവോൾവ് ചെയ്ത് സിനിമ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എഴുത്തിലൊന്ന് ശ്രദ്ധിക്കണം. എക്കോ എന്ന സിനിമ കണ്ടതിന് ശേഷം അതിൽ കുര്യച്ചൻ ഗുഹയിൽ കിടക്കുന്ന ഒരു ഷോട്ട് കാണിക്കണമായിരുന്നു, അല്ലെങ്കിൽ കുര്യച്ചനെ തേടി വന്ന പലരോടും കുര്യച്ചൻ എന്താണ് ചെയ്തത് എന്നത് വ്യക്തമാക്കണമായിരുന്നു എന്നൊക്കെ പറയുന്ന തരം സ്വയം ഒരു എഫേർട്ട് എടുത്ത് ചിന്തിക്കാതെ എല്ലാം വിഷ്വലുകളിലൂടെയും ഡയലോഗുകളിലൂടെയും പരത്തി പറഞ്ഞു തരണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് പറ്റിയ ഒരു മിസ്റ്ററി ത്രില്ലറാണ് സംഭവം അധ്യായം 1. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്